ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. നമ്മളിന്ന് എന്തെങ്കിലും കുക്കിംഗ് റെസിപ്പീസോ അല്ലെങ്കിൽ ബ്യൂട്ടി, നമ്മുടെ ഫേഷ്യൽ അല്ലെങ്കിൽ ഹെയർ പാക്ക്, ഫേസ് പാക്ക് അങ്ങനെ ഒന്നുമല്ല. നമ്മളൊരു ബ്യൂട്ടി ടിപ്സ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മളെപ്പോഴും എക്സ്പെൻസീവായിട്ട് നമ്മൾ പാർലറിൽ പോയി ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് ഫേഷ്യൽ. അപ്പോൾ ഫേഷ്യലൊക്കെ ചെയ്യുന്നതിന് മുന്നേ പാർലറിലും ചിലർ വീട്ടിലും ചെയ്യാറുണ്ട്. നമ്മൾ ഫേസിൽ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് സ്ക്രബിങ്. അതായത് ഒരു ഫേഷ്യലിൻ്റെ പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം സ്ക്രബിങ്ങിനെ. അപ്പോൾ സ്ക്രബിങ് എന്താണ്, അല്ലെങ്കിൽ അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അതെങ്ങനെയൊക്കെ ചെയ്യാം, എപ്പോൾ ചെയ്യാം, എങ്ങനെ ചെയ്യാൻ പാടില്ല, എപ്പോൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യത്തിൻ്റെ ഒരു കംപ്ലീറ്റ് എക്സ്പ്ലനേഷനാണ് നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് എക്സ്ഫോലിയേഷൻ അല്ലെങ്കിൽ എന്താണ് സ്ക്രബിംഗ് എന്ന് നോക്കാം. സ്ക്രബിംഗ് എന്ന് പറഞ്ഞാൽ ദി സ്ലോപ്പിംഗ് ഓഫ് ഡെഡ് സ്കിൻ സെൽസ് ഫ്രം ദ സ്കിൻസ് ഡീപ്പസ്റ്റ് ലെയേഴ്സ്. അതായത് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന, നമ്മുടെ സ്കിന്നിൻ്റെ പുറമേയുള്ള ഡെഡായിട്ടുള്ള സ്കിൻ സെൽസ് അത് സ്ലോപ്പ് ചെയ്ത് കളയുക. കാര്യം നമ്മൾ സ്ക്രബ് ചെയ്യുന്ന പ്രോസസ്സിൽ നമ്മുടെ സ്കിന്നിലെ ഡീപ്പസ്റ്റ് ലെയേഴ്സിലുള്ള ഡെഡായിട്ടിരിക്കുന്ന സ്കിൻ ലെയേഴ്സിനെ നമ്മളിങ്ങനെ സ്ലോപ്പ് ചെയ്ത് കളയുന്ന പ്രോസസ്സിനാണ് നമ്മൾ സ്ക്രബിംഗ് എന്ന് പറയാം. ഹെൽപ്സ് ഡീപ്പ് ക്ലെൻസ് ദ പോഴ്സ് ടു കീപ് ദ സ്കിൻ ഹെൽത്തി. അതായത് നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് നമ്മുടെ ഫേസിലുള്ള പോഴ്സ്, നമ്മുടെ എല്ലാവരുടെ ഫേസിൽ കുറേ നമ്പർ ഓഫ് പോഴ്സ് ഉണ്ട്. ആ പോഴ്സൊക്കെ ക്ലെൻസ് ചെയ്യും, നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തെടുക്കും ഈ സ്ക്രബിംഗ് പ്രോസസ്സ്. അതുവഴി നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. അതാണ് നമ്മുടെ ഈ സ്ക്രബിന്ന് എല്ലാവരും. കാര്യം ഫേഷ്യൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യണതിന് മുന്നേ ഇത് ചെയ്യുന്നത് ആ ഫേഷ്യൽ ഒന്ന് എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ്. ഡെഡ് സ്കിൻ സെൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ്. Then when you have dead skin cells seated on the skin surface, it makes the skin look dull, dry and dehydrated. അതായത് നമ്മുടെ ഫേസിൽ ഇപ്പോൾ നമ്മൾ സ്ക്രബിംഗ് ഒന്നും ചെയ്യുന്നില്ല, നമ്മുടെ ഫേസിൽ ഡെഡ് സ്കിൻ സെൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ഭയങ്കര ഡള്ളും ഡ്രൈയും ഡീഹൈഡ്രേറ്റഡുമായിട്ടിരിക്കും. പെർഹാപ്സ് ദ റീസൺ യുവർ സ്കിൻ റിമെയിൻസ് കവേർഡ് ഇൻ ബംസ്, സ്കാർസ് ആൻഡ് ബ്ലെമിഷസ്. ഇറ്റ് ക്യാൻ ഓൾസോ സ്പീഡ് അപ്പ് ദ സ്കിൻ ഏജിങ് പ്രോസസ് വെൻ ഇറ്റ് ഹാപ്പൻസ് ഫോർ എ പ്രൊലോങ്ഡ് ടൈം. അതായത് ഈ ഡള്ളായിട്ട് ഇരിക്കുന്നത് ഇങ്ങനെ ബംസ് ഒക്കെ കവർ ചെയ്തിരിക്കും, അതായത് സ്ക്രബ് ചെയ്യാതെ ബംസ് ഒക്കെ കവർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫേസിന് അത്ര നല്ലതല്ല. പെട്ടെന്ന് നമ്മുടെ ഫേസ് ഏജ്ഡ് അല്ലാതെ ഏജിങ് ആയിട്ട് നമ്മുടെ ഫേസ് തോന്നും. അങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്യാതെ ബ്ലെമിഷസും ഡീഹൈഡ്രേഷനൊക്കെ നമ്മുടെ സ്കിന്നിലുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ എപ്പോഴും ഡള്ളും ആൻഡ് ഏജിങ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും നമ്മുടെ ഫേസ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഫേസ് സ്ക്രബ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നോക്കാം. ആദ്യം എന്തൊക്കെ ചെയ്യാം നോക്കാം. അതിൽ ആദ്യത്തെ കാര്യമാണ് യു ക്യാൻ യൂസ് കെമിക്കൽ ഓർ നാച്ചുറൽ എക്സ്ഫോലിയൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് വേണമെങ്കിൽ കെമിക്കൽ എക്സ്ഫോലിയൻ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നാച്ചുറൽ എക്സ്ഫോലിയൻ്റ് യൂസ് ചെയ്യാം. കെമിക്കൽ എക്സ്ഫോലിയൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന പല ബ്രാൻഡിൻ്റെ മാമഎർത്ത്, ഇപ്പോൾ സ്ക്രബ് എനിക്കൊന്ന് ഇറക്കിയ മാമഎർത്ത്, കഫെയിൻ, അങ്ങനെ പല ബ്രാൻഡിൻ്റെ സ്ക്രബ്സ് ഉണ്ട്. ടീ ട്രീ സ്ക്രബ്, അലോവേര സ്ക്രബ്, കോഫി സ്ക്രബ്, അങ്ങനത്തെ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുള്ള സ്ക്രബ് ഉപയോഗിക്കാം. നമ്മുടെ നാച്ചുറൽ എക്സ്ഫോലിയൻ്റ് ഉപയോഗിക്കാം. അതിൽ ബ്രൂ, ഷുഗർ, അതിൻ്റെയൊക്കെ കൂടെ ടൊമാറ്റോ അല്ലെങ്കിൽ മിൽക്കൊക്കെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് നാച്ചുറൽ എക്സ്ഫോലിയൻ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതാണ് നമുക്കിഷ്ടമുള്ള എക്സ്ഫോലിയൻ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ കൂടുതലും നാച്ചുറൽ എക്സ്ഫോലിയൻ്റ് ആയിരിക്കും. അത് ഞാൻ അടുത്ത പോയിന്റിലൊക്കെ പറയാം. അപ്പോൾ 2 ടൈപ്പ് എക്സ്ഫോലിയൻസ് ഉണ്ട്, കെമിക്കൽ ആൻഡ് നാച്ചുറൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സ്ഫോലിയൻ്റ് യൂസ് ചെയ്യാം. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ നാച്ചുറൽ എക്സ്ഫോലിയൻ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ടൈം എക്സ്ഫോലിയേഷൻ ഈസ് ദ ബെസ്റ്റ്. അതായത് നമ്മൾ ഈ എക്സ്ഫോലിയേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻസൊക്കെ പോയി, നമ്മുടെ ഡെഡ് സ്കിൻസൊക്കെ റിമൂവ്ഡായി അല്ലേ. അതായത് നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആണിപ്പോൾ. ആ ടൈമിൽ നമ്മളിപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡേ ടൈമിൽ ഇത് എക്സ്ഫോലിയേറ്റ് ചെയ്താൽ നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്കും ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കും, അല്ലെങ്കിൽ പുറത്തുള്ള ഡേർട്ടൊക്കെ നമ്മുടെ സ്കിന്നിലാവും. അത് കൂടുതലും നമ്മുടെ സ്കിന്നെ ഡാമേജ് ആക്കുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ എക്സ്ഫോലിയേഷൻ ചെയ്യുമ്പോൾ നൈറ്റ് ടൈമിൽ ചെയ്യാം. നൈറ്റ് ടൈമിൽ എക്സ്ഫോലിയേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതായത് സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും പാക്കും കൂടി ഇട്ടാൽ അതൊന്നും കൂടി നമ്മുടെ ബെനിഫിറ്റ് കൂട്ടുകയുള്ളൂ നമ്മുടെ സ്ക്രബിൻ്റെ.
അപ്പോൾ കൂടുതലും നമ്മൾ ഡേ ടൈമിലുള്ള സ്ക്രബിങ് ഒഴിവാക്കുക. അതാണ് ദ ബെസ്റ്റ്. നമ്മുടെ എപ്പോഴും നമ്മളെ നൈറ്റിൽ സ്ക്രബിങ് ഇടയ്ക്കൊക്കെ പറ്റുള്ളൂ, നമ്മൾ വീക്ക്ലി വൺസ് ഒക്കെ അല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അത് നൈറ്റ് ടൈമിൽ ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് തേർഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലീൻ യുവർ ഫേസ് ബിഫോർ സ്ക്രബിങ് ആണ്. അതായത് നമ്മളെപ്പോഴും സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യണം നമ്മുടെ ഫേസ്. അതായത് നമ്മളിപ്പോൾ സ്ക്രബ് ചെയ്യുന്ന നൈറ്റ് ടൈമിലാണെന്ന് വിചാരിക്കുക, ആ ഡേ ടൈം ഫുള്ള് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പുറത്തു പോയി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ പൊടികളൊക്കെ കയറി നമ്മുടെ ഫേസ് ഫുള്ള് ഡേർട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ഡീപ്പർ ക്ലെൻസിന് നമുക്ക് സ്ക്രബ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മുടെ ഫേസിൻ്റെ പുറമെ, നമ്മുടെ സർഫസിൻ്റെ പുറമെ ഫേസിൻ്റെ സർഫസിലുള്ള ഡേർട്ടൊക്കെ മാറാനായിട്ട് നമ്മുടെ ഈ ഫേസ് വാഷ് എന്തെങ്കിലും ഒരു ജെൻറ്റിൽ ക്ലെൻസർ വെച്ചിട്ട് നമ്മൾ കഴുകിക്കളയുക. അതാണ് ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീപ്പർ ക്ലെൻസ്, അതായത് നമ്മുടെ സ്ക്രബിലേക്ക് കിടക്കുന്നതായിരിക്കും ബെസ്റ്റ് തിങ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ജെൻറ്റിൽ ക്ലെൻസർ ഉപയോഗിച്ചിട്ട്, ജെൻറ്റിൽ ക്ലെൻസർ തന്നെ ഉപയോഗിക്കുക കേട്ടോ സ്ക്രബ് ചെയ്യണതിന് മുന്നേ. ജെൻറ്റിൽ ക്ലെൻസർ ഉപയോഗിച്ചിട്ട് ആദ്യം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പോവുക. ഇനി നമ്മുടെ നാലാമത്തെ കാര്യമാണ് SPF യൂസ് ചെയ്യുക എന്നുള്ളത്. അത് നമ്മുടെ ഒരു സ്കിൻ കെയറിൻ്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. SPF 30 എബോവ് സൺസ്ക്രീൻസ് വേണം എപ്പോഴും യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സ്ക്രബ് ചെയ്തിട്ടുള്ള പിറ്റേ ദിവസം, അതായത് സ്ക്രബ് ചെയ്യണം കൂടുതലും നമ്മൾ നൈറ്റ് ടൈമിലായിരിക്കുമല്ലോ. അപ്പോൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൂടുതലും നമ്മൾ സൺസ്ക്രീൻ എന്തായാലും ഇട്ടിട്ട് വേണം നമ്മൾ പുറത്തു പോകാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ പോഴ്സൊക്കെ, ഫേസിലെ പോഴ്സൊക്കെ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ തന്നെ പിന്നെയും സൺലൈറ്റൊക്കെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഫുൾ നമ്മുടെ ഫേസിലുള്ള സ്കിന്ന് ഫുൾ ഡാമേജ് ആവും. അത് ഒഴിവാക്കാനാണ് നമ്മളെപ്പോഴും സൺസ്ക്രീൻ, നമ്മുടെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറയാം. ഇത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടത് മാത്രമല്ല, നമ്മുടെ ഒരു AM റൂട്ടീനായിട്ട് തന്നെ നമ്മുടെ സൺസ്ക്രീനെ കാണണം. എല്ലാ ദിവസവും രാവിലെ എവിടെയും പുറത്തു പോകണമെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് അടുത്ത കാര്യം പറഞ്ഞാൽ കണ്ടിന്യൂ യുവർ AM PM റൂട്ടീൻ. ഈ സ്കിൻ കെയർ ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ AM PM റൂട്ടീനെ പറ്റി അറിയായിരിക്കും. അതായത് നമ്മൾ രാവിലെ നമ്മുടെ സ്കിന്നിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ രാത്രി നമ്മുടെ സ്കിന്നിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് നമ്മൾ രാവിലെ നമ്മൾ എന്തായിരിക്കും കൂടുതലും നമ്മൾ ക്ലെൻസ് ചെയ്യുക, മോയ്സ്ചറൈസർ ഇടുക, SPF ടോണർ ഇടുക, SPF ഇടുക, അങ്ങനെ. പക്ഷേ നൈറ്റ് ടൈമിൽ കുറച്ച് വ്യത്യാസമുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഫേസ് സിറം യൂസ് ചെയ്യും കൂടുതലും നൈറ്റ് ടൈമിൽ, ആൻഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യില്ല. അങ്ങനെ ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ സ്ക്രബ് ചെയ്യുന്ന ദിവസവും നമ്മൾ AM PM റൂട്ടീൻ കണ്ടിന്യൂ ചെയ്യാം. അതായത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫേസ് പാക്ക് ഇടുകയാണെങ്കിൽ ഫേസ് പാക്ക് ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മുടെ റൂട്ടീനായിട്ടുള്ള മോയ്സ്ചറൈസർ, ടോണർ, സെറം അങ്ങനത്തെ യൂസ് ചെയ്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. നമ്മുടെ റൂട്ടീൻ കണ്ടിന്യൂ ചെയ്ത് പോവുക, അത് നിർത്തി വെക്കാതെ അതേപോലെ നമ്മുടെ റൂട്ടീനും കണ്ടിന്യൂ ചെയ്ത് പോവുക. അടുത്തത് നോ യുവർ സ്കിൻ ടൈപ്പ്. അതായത് പലർക്കും പല ടൈപ്പ് സ്കിന്നായിരിക്കും. ചിലവർക്ക് ഓയിലി സ്കിന്നായിരിക്കും, ചിലവർക്ക് ഡ്രൈ സ്കിന്നായിരിക്കും, ചിലവർക്ക് സെൻസിറ്റീവ് സ്കിന്നായിരിക്കും, ചിലവർക്ക് കോമ്പിനേഷൻ സ്കിന്നായിരിക്കും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മുടെ സ്ക്രബിങ്, നമ്മൾ എങ്ങനത്തെ സ്ക്രബിങ് യൂസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കൂടുതൽ ആക്നെ പ്രോൺ സ്കിന്നാണെങ്കിൽ കൂടുതലും കെമിക്കൽസ് യൂസ് ചെയ്യരുത്. നമ്മുടെ നാച്ചുറൽ എക്സ്ഫോലിയൻ്റ് ആയിട്ടുള്ള ഷുഗർ, അല്ലെങ്കിൽ ഷുഗറിൽ തക്കാളി ഒരു പീസാക്കി ഇട്ട് ഷുഗർ അതിൻ്റെ പുറമെ ഇട്ടിട്ട് സ്ക്രബ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നാച്ചുറൽ എക്സ്ഫോലിയൻസ് യൂസ് ചെയ്യാം. അല്ല നമ്മുടെ സാധാരണ നോർമൽ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ നോർമൽ കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള കെമിക്കൽ എക്സ്ഫോലിയൻ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ബ്രാൻഡ് അല്ലെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റ്, കിട്ടുന്ന ടൈപ്പ് എക്സ്ഫോലിയൻ്റ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജെൻറ്റിൽ മസാജ്. അതായത് നമ്മൾ ഈ സ്ക്രബ് ചെയ്യുമ്പോൾ അങ്ങോട്ട് നന്നായിട്ട് ക്ലീൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഒരച്ചങ്ങോട്ട് സ്ക്രബ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്കിന്ന് നല്ല അത്യാവശ്യം സെൻസിറ്റീവ് തന്നെയാണ് എല്ലാവരുടെയും സ്കിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ ഫേസിൽ. നമ്മൾ ആ ടൈമിൽ ചിലപ്പോൾ ഒരു ഗ്ലോവും ഒരു പിങ്കിഷ് റെഡ് കളറൊക്കെ സ്കിന്നിൽ ഉണ്ടാവുമെങ്കിലും അത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഡാമേജ് ആക്കുക തന്നെയാണ് ചെയ്യുന്നത്. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടായിരിക്കുമല്ലോ സ്ക്രബ് ചെയ്യുക.
നമ്മൾ കൂടുതൽ സമയവും എടുക്കരുത്. ഒരു 4 to 5 മിനിറ്റ്സ് ഒക്കെ ജെന്റൽ സ്ക്രബ് ചെയ്ത് 5 മിനിറ്റ്സ് ഒക്കെ മാക്സിമം ജെന്റിലായിട്ട് സ്ക്രബ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. നല്ല ഡിഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഷായിട്ടൊക്കെ മസാജ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് ചിലപ്പോൾ അപ്പം തന്നെ കാണില്ല. 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ബംസ് ഒക്കെ വന്നു തുടങ്ങാം. ചിലപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ചിലപ്പോൾ വല്ല പിമ്പിൾസൊക്കെ പൊട്ടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടോണർ, നമ്മളെപ്പോഴും ഒരു ടോണർ യൂസ് ചെയ്യുക. ഞാൻ നേരത്തെ സൺസ്ക്രീനിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ടോണർ ഒരു നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ടോണർ യൂസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നമ്മുടെ ഏത് സ്റ്റെപ്പിൽ നമ്മൾ സെറമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് സെറത്തിന് മുന്നേ ടോണർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോണർ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഓരോ യൂട്യൂബേഴ്സ് ആണെങ്കിലും റൈസ് വാട്ടർ ടോണറൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ സ്ക്രബിൻ്റെ കാര്യം പറഞ്ഞ പോലെ നാച്ചുറൽ ടോണറും ഉണ്ട്, കെമിക്കൽ ടോണറും ഉണ്ട്. ഇത് ഏത് വേണമെന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പല ടൈപ്പ് ടോണേഴ്സ് ഇപ്പോൾ പല ബ്രാൻഡ് ഇറക്കുന്നുണ്ട്. റൈസ് വാട്ടർ ടോണർ, മാമഅർത്തിൻ്റെ ഉണ്ട് റൈസ് വാട്ടർ ടോണറൊക്കെ, പ്ലമ്മിൻ്റെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഏതാണോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല ബലം കാണുന്നത് ആ ടോണർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ടോണർ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യാം ഫേസ് സ്ക്രബിൽ എന്ന് നോക്കിയിരുന്നു. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാര്യം നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത്, ഡോണ്ട് എക്സ്ഫോലിയേറ്റ് എവറി ഡേ. നമ്മളെല്ലാ ദിവസവും എക്സ്ഫോലിയേഷൻ ചെയ്യരുത്. കാര്യം നമ്മൾ ട്വൈസ് എ ഡേ നമ്മൾ ഫേസ് വാഷ് ചെയ്യുമെങ്കിൽ നമ്മൾ കൂടുതലും എക്സ്ഫോലിയേഷൻ നമ്മൾ എല്ലാ ദിവസവും ചെയ്യരുത്. പ്രത്യേകിച്ച് നമ്മുടെ കെമിക്കൽ എക്സ്ഫോലിയേഷനൊക്കെ ആണെങ്കിൽ വീക്ക്ലി വൺസ് മാത്രമേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഡോണ്ട് എക്സ്ഫോലിയേറ്റ് ആഫ്റ്റർ എ സ്കിൻ ട്രീറ്റ്മെൻറ്റ്. ഇവിടെ സ്കിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്കിന്നിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, നമ്മൾ ഈ ഫേഷ്യൽ ഹെയർ കളയില്ലേ, നമ്മുടെ മുഖത്തെ ഫേഷ്യൽ ഹെയർ ഒക്കെ കളഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കളയുന്നതിന് മുമ്പ് ഒന്നും ഫേസ് സ്ക്രബ് ചെയ്യരുത്. അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ദിവസം മുന്നേ ചെയ്യണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഡോണ്ട് എക്സ്ഫോലിയേറ്റ് ഇഫ് ഇറ്റ് ഈസ് കോസിങ് ഇറിറ്റേഷൻ. ഇപ്പോൾ ഇത് കൂടുതലും നമ്മുടെ നാച്ചുറൽ എക്സ്ഫോലിയൻ്റെ കാര്യമല്ല, കെമിക്കൽ എക്സ്ഫോലിയൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് അപ്പം തന്നെ മാറ്റുക, അതിൻ്റെ യൂസ് അവിടെ നിർത്തുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡോണ്ട് ബി ഹാർഷ്. ഇത് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് കാണിക്കുന്നത്. അതായത് ഹാർഷായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഡോസിൽ പറഞ്ഞിരുന്നു, ജെന്റൽ മസാജ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഹാർഷായിട്ട് ഒരിക്കലും നമ്മുടെ സ്കിന്നിൽ നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കും. പിന്നെ ഡോണ്ട് റിൻസ് ഓഫ് എ കെമിക്കൽ എക്സ്ഫോലിയൻ്റ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കെമിക്കൽ എക്സ്ഫോലിയൻ്റ് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ സ്ക്രബ് ചെയ്യാതെ വാഷ് ചെയ്ത് കളയരുത്. അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ ഫേസിൽ ഉണ്ടാക്കും. പകരം എന്തായാലും യൂസ് ചെയ്യാൻ നമ്മൾ ഫേസിലിട്ടെങ്കിൽ അത് അത്യാവശ്യം അതിൻ്റെ ടൈം എടുത്ത് ഫേസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്തിട്ട് കളയുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഫേസ് സ്ക്രബിങ്ങിന് നമ്മുടെ എക്സ്പ്ലനേഷൻ. എല്ലാവർക്കും ഫേസ് സ്ക്രബിങ് അല്ലെങ്കിൽ ഫേസ് എക്സ്ഫോലിയേഷൻ എന്താണെന്നും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന കുറച്ച് നാച്ചുറൽ എക്സ്ഫോലിയൻസ് ഉണ്ട്. എനിക്ക് യൂസ് ചെയ്തിട്ട് കുറച്ച് നല്ല റിസൾട്ട് തന്ന കുറച്ച് എക്സ്ഫോലിയൻ്റാണ് ഹണിയും ബ്രൂവും. ഹണിയിൽ നമ്മൾ ബ്രൂ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലും നമുക്ക് കൂടുതലും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉള്ള ഭാഗത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. പിന്നെ രണ്ടാമത് എനിക്ക് കൂടുതലും റിസൾട്ട് കിട്ടിയൊരു ഫേസ് സ്ക്രബാണ് നമ്മുടെ ടൊമാറ്റോയിൽ ഷുഗർ, ടൊമാറ്റോ രണ്ടായിട്ട് നമ്മൾ റൗണ്ടിൽ തന്നെ കിട്ടുന്ന രീതിയിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറമെ ഷുഗറിൻ്റെ ക്രിസ്റ്റൽസ് ഇട്ട് കൊടുത്തിട്ട് ആ ടൊമാറ്റോ വെച്ച് തന്നെ നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അതും നല്ലൊരു റിസൾട്ട് തന്നൊരു സ്ക്രബായിരുന്നു. അപ്പം നിങ്ങളുടെ ഫേസ് സ്ക്രബ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ കെമിക്കൽ എക്സ്ഫോലിയൻ്റാണ് യൂസ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിന് കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാവാത്ത നല്ല ബ്രാൻഡ്സിൻ്റെ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള സ്ക്രബ് യൂസ് ചെയ്യുക. ഐ മീൻ ഈ ആക്നെ പ്രോൺ സ്കിന്നിന് ടീ ട്രീ സ്ക്രബൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇറിറ്റേഷനൊന്നും ഇല്ലാത്ത നല്ല റിസൾട്ട് കിട്ടുന്ന സ്ക്രബ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.